അമ്മ എന്റെ പാവയെ കണ്ടോ? കോഞ്ചറിങ്ങിലെ പാവനെ പോലെ അവിടെ ഇവിടെ കറങ്ങി നടക്കാല്ലേ. ഈ പാവയുടെ കൂടെ ഞാനും കളിച്ചോട്ടെ? താ ഞാൻ തരില്ല. താ. ഈ കുരുത്തങ്കെട്ട ചെക്കനും ഈ കുരുത്തങ്കെട്ട പെണ്ണും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പ്രശ്നം? എന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട് പാവ കാണുന്നില്ലെന്ന് പറഞ്ഞാലോ? അയ്യോ, ദേ അവള് വെള്ളം ഒഴിക്കാൻ പോകുന്നു. അച്ഛനെ, നമുക്ക് നീ വീട്ടിൽ കയറാം. സ്കൂൾ ബാഗ് ഇതും നിങ്ങൾ എടുത്തോണ്ട് പോണം. അപ്പോഴാ മിസ് ചോദിക്കുമ്പോ കള്ളം കൊണ്ടുപോയെന്ന് എനിക്ക് പറയാൻ. നാളെ നമ്മൾ എല്ലാവരും കൂടി ട്രിപ്പ് പോവാണ്. എങ്ങനെയുണ്ട്? ആ ചിണ്ടു, പാർക്ക് എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ, എനിക്ക് ഭയങ്കര ഇഷ്ടായി അച്ഛാ. ആ പൂർണിക്കോ? എനിക്കും ഇഷ്ടായി. ആ അച്ഛാ, ഈ പാർക്കിൽ ഊഞ്ഞാലില്ലേ? ഞാൻ പോയി കളിച്ചിട്ട് വരട്ടെ. അമ്മ, ഞാനും പോയി കളിച്ചിട്ട് വരട്ടെ? ചിണ്ടു, ഇപ്പൊ വേണ്ട, പിന്നെ കളിക്കാം. ശരി, ഓക്കെ. അമ്മ, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ ചേട്ടൻ പാവ എടുത്തോണ്ട് പോയി. പൂർണിയുടെ അടുത്ത് നീ പാവ എടുത്തോ? അയ്യോ, ചതിച്ചല്ലേ ഈശ്വരാ. ചേട്ടൻ പാവ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഒളിപ്പിച്ച് വെച്ചിരിക്കാ. ഓ, നീ പാവയെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുറത്തെടുക്ക്. അമ്മ, ഇത്രയും ദിവസം അവളുടെ കയ്യിലായിരുന്നില്ലേ? ഈ ഒരു ദിവസം എന്റെ കയ്യിൽ വെച്ചോട്ടെ അമ്മ. ശരി, ഓക്കെ, ഇനി അവന്റെ ഇരിക്കട്ടെ. അമ്മ, പൂർണി, ഇത്രയും ദിവസം നിന്റെ കയ്യിലായിരുന്നില്ലേ? ഇനി കുറച്ചു നേരം അവൻ കളിക്കട്ടെ. അതിങ്ങ് താ. ഇങ്ങ് താ പൂർണി. അത് താ. അതെനിക്ക് താ. പാവ പിടിച്ച് വലിക്കല്ലേ? വിടാനാ പറഞ്ഞു. വിട്. അയ്യേ, വീട്ടിൽ വെച്ച് വഴക്കിടുന്നോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇപ്പൊ ഇവിടെ ഒന്ന് വഴക്കിടാ. അച്ഛ, ഇവിടെ വെറുതെ. ഇന്നൊരു ദിവസം ചേട്ടൻ കളിക്കട്ടെ, കൊടുക്ക അവന്റെ. അമ്മ, അടുത്ത വീട്ടിലെ പരിമള ചേച്ചി വന്നിട്ടുണ്ട്. ഹേയ് ചിണ്ടു, ഹായ്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ? വരൂ 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 വരൂ. വരൂ, വന്നിരിക്കെ. അതാ വരുന്നു. ആ ചിണ്ടുവിന്റെ അമ്മേ, എന്റെ മോള് കാരണ വെക്കേഷൻ ആയതല്ലേ, അപ്പൊ എവിടെയെങ്കിലും കൊണ്ടുപോവാന്ന് പറഞ്ഞ് ശല്യം ചെയ്തോണ്ടിരിക്ക. അങ്ങനെയാണോ? അങ്ങനെയാ, പിക്നിക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. ഇവിടെ വന്നപ്പോ നിങ്ങൾ എല്ലാവരും ഉണ്ട്. വാട്ടെ കോ എഡ്യൂക്കേഷൻ, കണ്ടില്ലേ? അച്ഛാ, അത് കോ എഡ്യൂക്കേഷൻ അല്ല, കോ ഇൻസിഡന്റാ. ഓ, അത് കോ ഇൻസിഡന്റ് ആയിരുന്നോ? എവിടെ? നിങ്ങളുടെ മോള് വന്നിട്ടുണ്ടോ? ആ ഉണ്ട്. എവിടെ ചേച്ചി? ആ, ഇവിടെ തന്നെ ഉണ്ട്. ദേ അവിടെ കളിച്ചോണ്ടിരിക്കാന്നേ. ഓ, അങ്ങനെയാണല്ലേ. അച്ഛാ, ഞാനേ കുറച്ചു നേരം പോയി കളിച്ചിട്ട് വരാം. ദാ, പെട്ടെന്ന് ഞാൻ പോയിട്ട് വരാം. ദാ വരാം അമ്മ. ബൈ. എന്താ ചിണ്ടു, ബട്ടർഫ്ലൈ ഒക്കെ പറക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, അത് നിന്റെ പണിയായിരുന്നോ? എങ്ങനെയുണ്ട് ചിണ്ടു എന്റെ മാജിക് പവർ? നന്നായിട്ടില്ലേ? എനിക്ക് സ്നോ വേണം. അക്കടെ ചൂട്. നന്നായിട്ടുണ്ട്. ചിണ്ടു, നീ എവിടെയാ? ആ, ഇങ്ങോട്ട് വാ. അതെ വരുന്നമ്മേ. ശരി, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിച്ചാലോ? എടി, നീ അത് ഓപ്പൺ ചെയ്യ്. രസങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? അത് കൊണ്ടുവന്നിട്ടില്ലല്ലോ. അല്ല, മോളുടെ പേരെന്തായിരുന്നു? ലില്ലി. ഓ, ചിണ്ടു പഠിക്കുന്ന അതേ ക്ലാസ്സാ. സെയിം ക്ലാസ് ആയിരുന്നോ? അമ്മ, ലില്ലി എ സെക്ഷൻ, ഞാൻ ബി സെക്ഷൻ. അതെ 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 അതെ. ദാ, ഇത് കഴിക്കേ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. അല്ല, ഇത് അയ്യോ, കഴിക്കുന്നേ. വേണ്ടായിരുന്നു. കഴിക്കുന്നേ, അതിനിപ്പോ എന്താ? തൻഫ്. ഹായ് ചിണ്ടു. ഹായ് ലില്ലി. ദാ ചിണ്ടു, വെള്ളം കുടിക്ക്. താങ്ക്സ് ലില്ലി. നോക്കി കുടിക്ക്, കുടിക്ക്. അയ്യോ, ഡാഡി, സോറി ഡാഡി, വെള്ളം സിരസി കയറിയതാ. നാണം കെടുത്താനായിട്ട്.
പരിമളത്തിന് മുമ്പ് വെച്ച് നാണം കടത്തി വിട്ടല്ലോ. അല്ല ചിണ്ടു, വെക്കേഷന് ഹോംവർക്ക് തന്നിരുന്നില്ലേ? അത് നീ ചെയ്തായിരുന്നോ? നീ എന്തിനതൊക്കെ ഇപ്പൊ പറയുന്നേ? അമ്മ കേട്ടാലുണ്ടല്ലോ വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യാൻ പറയും. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറയില്ല. ശരി, അതെ, ഭയങ്കര ബോറടിക്കുന്നു. എന്തെങ്കിലും ഗെയിം കളിച്ചാലോ? അങ്കിൾ, നമുക്ക് കള്ളനും പോലീസും കളിച്ചാലോ? ശരി, ഓക്കെ, നമുക്ക് അത് കളിക്കാം. ഓക്കെ, ആരാ ഇതില് പോലീസ്? ഞാനാ പോലീസ്. അപ്പൊ ആരാ കള്ളന്ന് കണ്ടുപിടിക്കേ. ശരി, ഈ കള്ളനെങ്ങനെ കണ്ടുപിടിക്കാ? ആരുടെ മുഖത്താണോ കള്ളലക്ഷണം ഉള്ളത് അവരാണ് കള്ളൻ. അവര് നോക്കിയിട്ട് കാര്യമില്ല, അവര് ജന്മനാ കള്ളലക്ഷണം ഉള്ളവരാ. എനിക്കെന്തോ ഇവരാണെന്ന് സംശയമുണ്ട്. നിങ്ങളല്ലേ? ഏയ്, ഞാനല്ല. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും കള്ളൻ? ഞാനാ കള്ളൻ. ഏയ്, നീയായിരുന്നോ കള്ളൻ? ഞാൻ രാജാവാ, നീയോ ലില്ലി? ഞാൻ റാണിയാടാ. ഓ. ശരി, ഓക്കെ, ഞാനൊരു കഥ പറയാൻ പോവാ. നിങ്ങൾ കേക്കില്ലേ? 10 വർഷത്തിന് മുമ്പ് ഇതേ പാർക്കിൽ വെച്ച്. അയ്യോ ശരി അച്ഛാ, ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. ചിണ്ടു, നീ ഇതെവിടെ പോവാ? പിന്നെ നിങ്ങളുടെ 10 വർഷത്തെ സ്റ്റോറി എൻ്റെ അടുത്ത് 10,000 വട്ടം പറഞ്ഞിട്ടുള്ളതാ. വാ ലില്ലി, പോവാ. ഓക്കെ, വാ പോവാ. ശരി, അവര് പോട്ടെ. ഞാൻ പറഞ്ഞ കേക്ക്. പറ ചെണ്ടുണ്ട് അച്ഛാ. അന്ന് എനിക്ക് കവിത എഴുതുന്ന ശീലമുണ്ടായിരുന്നു. ദിവസവും ഞാൻ പാർക്കിൽ വെച്ച് കവിത എഴുതുമായിരുന്നു. ഒരു ദിവസം എനിക്ക് കവിത ഒന്ന് എഴുതാൻ കിട്ടാതെയായി. ആ ഒരു സമയത്ത് കവിത പോലും എഴുതി അങ്ങോട്ട് വന്നത്. അല്ല, ആരായിരുന്നു അവര്? വേറെ ആരാ, ഇവള് തന്നെ. ആ, ഓ, നിങ്ങളായിരുന്നു അവര്. അതുണ്ടല്ലോ ഇവര് പഴത്തൊലി പോലെ സംസാരിക്കുന്നേ. ആ പഴത്തൊലി ചവിട്ടിയില്ലേ ഞാൻ വീണത്. വാവ്, രസഗുള പോലെയുണ്ടല്ലോ. കൊള്ളാല്ലേ? നന്നായി ഇങ്ങോട്ട് വന്നത്. ഡാഡിയോടെ ചളി പറഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. ചിണ്ടു, എവിടെയുള്ളത്? വാ പോവാം. ചിണ്ടു, പറ ഗോപി. എന്നെ എന്തിനാ ടെറസിന്റെ മുകളിൽ കൊണ്ടുവന്നേ? ആ പൂർണിയ നമ്മളെപ്പോഴും ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുന്നേ, അതുകൊണ്ടാ നിന്നെ ഞാൻ മോളിൽ കൊണ്ടുവന്നേ. ശരി, നമുക്കിനി ടെറസിന്റെ മുകളിൽ ഇരുന്നാ മതി. ഗോപി, എനിക്ക് ചെറുതായിട്ട് വിശക്കുന്ന പോലെയുണ്ട്. നീ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് തരുമോ? എടാ ചിണ്ടു, നീ എന്നോട് കഴിക്കാനൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നീ അപ്പൊ തന്നെ എന്നോട് ചോദിച്ചല്ലോടാ. വേറെ ആർക്കെങ്കിലും എന്നെ കിട്ടിയിരുന്നെങ്കിൽ അവരെങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന എനിക്ക് അറിയോ? നീ ആണെങ്കിൽ എന്നെ കഴിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നേ. ഓ ചിണ്ടു, ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. ഇത്രയും നേരം പറഞ്ഞതൊക്കെ വേസ്റ്റ് ആയി. മനുഷ്യനായിട്ട് ജനിച്ചാൽ മതി എന്ന് തോന്നുക. എനിക്കതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. എടാ ചിണ്ടു, നിനക്ക് പുതിയത് ഫ്രണ്ടിനെ കിട്ടിയെന്ന് കേട്ടല്ലോ. അതെ ഗോപി. പിന്നെ ചിണ്ടു, നിന്റെ അച്ഛനെ പ്രാങ്ക് ചെയ്തിട്ട് കുറെ നാളായില്ലേ? നമുക്ക് ഇന്ന് രാത്രി ഒന്ന് പ്രാങ്ക് ചെയ്താലോ? ചെയ്യാലോ. ഒന്ന് എന്റർടൈൻ ചെയ്തിട്ട് കുറച്ചു നാളായി. എനിക്കൊക്കെയാ. അപ്പൊ ഇന്ന് രാത്രി വേറെ ലെവലിൽ ഫണ്ണായിരിക്കും. എന്താ ഇത്? പാവ സംസാരിക്കുന്നോ? ഇതെന്താ തിരിയുന്നേ? കോഞ്ചറിങ്ങിലെ പാവനെ പോലെ അവിടെ ഇവിടെ കറങ്ങി നടക്കല്ലേ? അപ്പൊ എന്നെ ദിവസവും പേടിപ്പിച്ചോണ്ടിരുന്നത് ഈ പാവയായിരുന്നല്ലേ? എന്റെ ഊഹ ശരിയായിരുന്നു അപ്പൊ.